ഹയ്യുൻ ഫീ ഖബ്രിഹി ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും ഖൈറാണ്. തുഅറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഇദാ വജത്തു ഖൈറൻ ഹമിദുല്ലാഹ, നിങ്ങൾ നല്ല കാര്യം ചെയ്തത് കാണുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയും. വഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, തെറ്റിയത് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അവിടെ നിന്നും ഹയാത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാ ഇമാം അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുസുക്കൾക്കും ഹയാത്തുണ്ട്. അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു അവരെ കിതാബാണിത്, കിതാബുൽ ലീലയാണിത്. അതേ പേരോട് എഴുതിച്ചതല്ല. 1050 ജനിച്ചു, 1143 വഫാത്തായി. അതേ നൂറുകണക്കിന് കിതാബ് എഴുതിയ ഇമാമാണ് അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹുവിന്റെ ഈ കിതാബിൽ അതാ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹുവിനോട് ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മദീനയിൽ വെച്ച് പറഞ്ഞപ്പോൾ റസൂലിന്റെ ഷൈർ മുബാറക് അന്നഹാ തതൂലു എന്നാണ്, നിശ്ചയമായും അത് നീളുന്നു. വയതവല്ലദു മിൻഹാ ശഅബുൽ, അതിൽ നിന്ന് കബറ് പൊട്ടുന്നു. വൈറുഹാ, വേറെ കബറ് പൊട്ടുന്നു. അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ ഓ മൗലവി, നിങ്ങൾ പറഞ്ഞു യൂസുഫ് നബ്ഹാനി പറഞ്ഞു ലൈസ ബി അജീബ് എന്ന് പറഞ്ഞാൽ യൂസുഫ് നബ്ഹാനിയല്ല. യൂസുഫ് നബ്ഹാനി ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി ഇമാം അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലാ ഉള്ളത്. വകുല്ലു ദാലിക ലൈസ ബി അജീബിൻ, അതൊന്നും അത്ഭുതമല്ല. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുൽ ഹയാത്തുൽ അദീമത്തുർ റബ്ബാനിയത്തു സാരിയത്തു ഫീ ജമീ അജ്സാഇ ശരീഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഓരോ വകുപ്പ്, ഓരോ ഭാഗത്തും അതാ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനം അതരവോടുകൂടെയുള്ള പ്രത്യേകമായ നിലക്കുള്ള ഹയാത്തുണ്ട്. അതുകൊണ്ടാണ് നീളുന്നത്, അതുകൊണ്ടാണ് കബര് പൊട്ടുന്നത് എന്ന് മഹാനായ അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു 1265 ജനിച്ചു, 1350 വഫാത്തായി. മഹാനവറുകൾ ഇതെടുത്തു ധരിച്ചു. അവിടെയൊന്നും മഹാനവറുകൾ തെളിവിന് പറ്റൂല എന്ന് ബഹുമാനപ്പെട്ടവരും പറഞ്ഞില്ല, അബ്ദുൽ ഗനി നാബൽസിയും പറഞ്ഞില്ല. നിങ്ങൾ പറയുന്നത് തെളിവിന് പറ്റൂല. എന്നാ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കിതാബും എടുത്തിട്ട് നിങ്ങളെ സമസ്തയുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഒന്ന് അർത്ഥം വെപ്പിക്കാൻ ധൈര്യമുണ്ടോ? അദ്ദേഹം പറയുന്ന നീളും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്ന നീളും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്ന കബര് പൊട്ടും, നിങ്ങളെ പ്രസിഡന്റ് പറയുന്നതൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ബാക്കി പിന്നെ പറയാം.